അടുത്തൊരു മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് റീത്ത അലീനയുടെ മുൻപിൽ പരാജയം ഏറ്റുവാങ്ങുന്നതാണ്. അതുവരെ എല്ലാവരെ പറ്റിച്ച് താനാണ് നമ്പർ 1 എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന റീത്തയ്ക്ക് ഏറ്റവും വലിയ പണിയാണ് അലീന കൊടുക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. റീത്ത സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കിടിലൻ പണി തന്നെയാണ് അലീന റീത്താമ്മ എന്ന നമ്മുടെ എൽസമ്മയുടെ പൊന്നോമന സഹോദരിക്ക് കൊടുക്കുന്നത് എന്ന് കാണാം. അതായത് എൽസമ്മയാണെങ്കിൽ വരികയാണ് അലീനയ്ക്ക് വേണ്ടി, അലീനയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി. ഇതേ സമയം സ്റ്റാൻലി ഒരു വലിയ മതിൽ പോലെ, ഒരു വലിയ കോട്ട പോലെ അലീനയെ സംരക്ഷിച്ച് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ എൽസമ്മ പറയുന്നുണ്ട്, സ്വന്തം മക്കളോടില്ലാത്ത എന്ത് സ്നേഹമാണ് ഈ വലിഞ്ഞു കയറിയ പിഴച്ചുണ്ടായ മകളോടുള്ളത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ മക്കൾക്കോ ഭാര്യയ്ക്കോ എന്നെ ആവശ്യമുണ്ടായിരുന്നില്ല, എന്നെ ആവശ്യമുള്ളത് ഈ മോൾക്കാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇവളെ സ്നേഹിച്ചോ അംഗീകരിച്ചോ എന്ന് കരുതി സ്വത്തും കാര്യങ്ങളും ഒന്നും കൊടുക്കാനായിട്ട് കഴിയില്ല എന്ന് റീത്ത പറഞ്ഞ് പഠിപ്പിച്ചത് അതേമാതിരി തന്നെ എൽസമ്മ പറയുകയാണ്. അല്ല എൽസമ്മ, നിനക്ക് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ വലിയ ധൈര്യമൊന്നുമില്ലായിരുന്നല്ലോ. നിൻ്റെ മുൻപിലുള്ള എൻ്റെ അടുത്ത് വന്ന് പറയാറുള്ള നിൻ്റെ സഹോദരിയായ റീത്ത എവിടെ? അവരല്ലേ നിന്നെ മോട്ടറാക്കി വിടുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ അവരൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ എൻ്റെ മക്കളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ അവർ ഈ സ്റ്റാൻലിയുടെയും കൂടി പേരിലാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. അവർക്ക് യാതൊരു കുറവും താൻ വരുത്തിയിട്ടുമില്ല എന്ന് പറയുന്നു. കൃത്യമായി എല്ലാ സാധനങ്ങളും മേടിക്കാനായിട്ട് ഒരുപാട് പണവും കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്നുണ്ടെന്നും നിൻ്റെ സഹോദരിയായ റീത്തയുടെ അക്കൗണ്ടിലേക്കാണെന്ന് ഇടുന്നതെന്നും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുന്നു. ഉണ്ടയാണ്. നിങ്ങൾ ഈ അവസ്ഥ മറികടക്കാൻ വേണ്ടി എന്തിനാണ് സ്റ്റാൻലി വെറുതെ നുണ പറഞ്ഞ് കൂട്ടുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഞാനൊരിക്കലും നുണയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാറൊന്നുമില്ല. ഞാൻ നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണല്ലോ തനിക്കിങ്ങനെ ഒരു മകളുണ്ടെന്നറിഞ്ഞപ്പോൾ താൻ അവളെ സ്വീകരിച്ചത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ മകളെ നീ ഇനി പുറത്താക്കാൻ പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരേണ്ടതില്ല. നീ ആ എൽസമ്മയെ ഓടിക്കാനായിട്ട് നോക്ക്. അവർ കാരണം നിനക്കൊരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവാനായിട്ട് പോവുകയാണ്. അവർ ലക്ഷങ്ങൾ മേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവൾ ചതി ചെയ്യുന്നുണ്ടെന്നാണ്. അവർ നിന്നെയും എൻ്റെ മക്കളെയും ചതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അതിലുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നു. അതുകൊണ്ട് നീ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നും അവരുടെ കാപട്യം തിരിച്ചറിയണമെന്നും സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാം. ഇനിയിപ്പം ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ എൻ്റെ മോളിപ്പോൾ വരും, അവൾ നിനക്ക് പറഞ്ഞു തരുമെന്ന് പറയുന്നു. ഒടുവിൽ അലീനയും എൽസമ്മയും മുഖാമുഖം കണ്ട ശേഷമാണെങ്കിൽ എൽസമ്മയുടെ അടുത്ത് അലീന പറയുന്നുണ്ട്, അതെ ആൻറ്റി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനാഥാലയത്തിലായിരുന്നെന്നും തൻ്റെ പപ്പ സത്യം പറഞ്ഞാൽ നല്ലൊരു മനസ്സിനുടമയാണെന്നും പപ്പ തന്നെ ഏറ്റെടുത്തത് കൊണ്ടാണ് തനിക്ക് ഇവിടം വരെ എത്താനായിട്ട്
കഴിഞ്ഞതെന്നും അലീന പറഞ്ഞ് വയ്ക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആര് അലീനയാണെങ്കിൽ റീത്ത ചേച്ചി, അതായത് റീത്ത ആൻറ്റിയുടെ സഹോദരി ചെയ്ത ചതികളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് കാണാൻ കഴിയുക, സാധിക്കുക. അതായത് അവർ പപ്പയിൽ നിന്നും ലക്ഷം രൂപ മാസം മേടിക്കുന്നുണ്ടെന്നും കൂടാതെ ഒരുപാട് പണം മേടിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ചേച്ചിക്ക്, അതായത് ആൻറ്റിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും തെളിവ് അടക്കം പപ്പ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നാ അത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ എൽസമ്മയുടെ കൈകളിലേക്ക് അലീന തെളിവുകളടക്കം കൊടുക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ ആ തെളിവ് നോക്കിയതും കാര്യങ്ങൾ മനസ്സിലാകുന്നു. തൻ്റെ സഹോദരിയുടെ ഭാഗത്തു നിന്ന് തനിക്ക് ഇത്തരമൊരു ചതിയുണ്ടാകുമെന്ന് നമ്മുടെ എൽസമ്മ വിചാരിക്കുന്നില്ല. എൽസമ്മ ആകെ തകർന്നു പോവുകയാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയാണോ തൻ്റെ കുടുംബജീവിതം തൻ്റെ സഹോദരി നശിപ്പിച്ചത് എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ എൽസമ്മ എന്ന് കാണാം. കൂടാതെ നമ്മുടെ അലീന ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സഹോദരങ്ങളെ അവർ വേദനിപ്പിക്കുകയായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അവരെ ഇവിടെ പപ്പയുടെ കൂടെ കൊണ്ടു നിർത്തുന്നതാണ് നല്ലതെന്നും അവർക്കിവിടെ നല്ല സന്തോഷം ലഭിക്കുമെന്നും അവർ ഇവിടെ സന്തുഷ്ടരായിരിക്കുമെന്നും പറയുന്നു. സഹോദരങ്ങൾ മാത്രമല്ല, ആൻറ്റിയും പപ്പയുടെ കൂടെ വന്ന് നിൽക്കണമെന്നും പപ്പയുടെ ഒറ്റപ്പെട്ട ജീവിതം ഇല്ലാതാക്കണമെന്നും പപ്പയെ മാറ്റിയെടുക്കാൻ തന്നെ സഹായിക്കണമെന്നും പറയുമ്പോൾ നമ്മുടെ എൽസമ്മയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുകയാണ്. ഇവൾ പറയുന്നതും ശരിയാണ്. ഇവളുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയുമെന്ന് തിരിച്ചറിയുന്ന നമ്മുടെ എൽസമ്മയാണെങ്കിൽ അലീനയുടെ വാക്ക് കേട്ട് എല്ലാവരെയും ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഒടുവിൽ റീത്തയെ ധിക്കരിച്ചുകൊണ്ട് തന്നെ തൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് തന്നെ അലീനയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ എൽസമ്മ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് വരികയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ